ആരാണ് ഈ പരാതിക്കാർ? പേരിനെങ്കിലും ഒരു പരാതിയുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വഷളൻ രാഷ്ട്രീയക്കാരനെതിരെ ലൈംഗികാരോപണങ്ങൾ തുരുതുരാ വരുമ്പോഴും അയാളുടെയും അയാൾ ചെലവ് കൊടുത്തു കൊണ്ടു നടക്കുന്ന ഹൂളിഗൻ സംഘത്തിൻ്റെയും പ്രതിരോധം ഇതായിരുന്നു. പ്രായഭേദമില്ലാതെ സ്ത്രീകളോട് ലൈംഗികത ആവശ്യപ്പെട്ട് പിറകെ നടന്ന് ശല്യപ്പെടുത്തിയെന്നും ഒന്നിലേറെ സ്ത്രീകളെ നിർബന്ധിച്ച് ബുദ്ധിമുട്ടിച്ചുവെന്നും ചിലരെ ഗർഭിണികളാക്കിയ ശേഷം നിർബന്ധിച്ച് ഗർഭഛിദ്രം ചെയ്യിച്ചുവെന്നും ഇയാൾക്കെതിരെ പരാതികൾ ഉയർന്നു. മുഖം പുറത്തുകാട്ടാൻ മടിച്ച നിസ്സഹായരായ ഇരകളുടെ സാക്ഷ്യങ്ങൾ ശബ്ദരേഖകളായി വന്നു. അപ്പോഴും മനുഷ്യത്വമില്ലാത്ത ക്രൗര്യത്തോടെ, മനസാക്ഷിയില്ലാത്ത ധാർഷ്ട്യത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിലും കൂട്ടരും ചോദിച്ചുകൊണ്ടിരുന്നു, പേരിന് ഒരു പരാതിയുണ്ടോ? സകല വൃത്തികേടുകളെയും ആ ചോദ്യം കൊണ്ട് പ്രതിരോധിക്കാമെന്ന് ആ കൂട്ടം വ്യാമോഹിച്ചു. ഇതാ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. അധിക്ഷേപവും അസഭ്യവും കടുത്ത മാനസിക സമ്മർദ്ദവും സഹിച്ച് ഒടുവിൽ അതിജീവിതമാരിൽ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്ന് പരാതി നൽകിയിരിക്കുന്നു. ആണഹന്തയുടെ പെർവേർട്ടഡ് ധാർഷ്ട്യം പേറുന്ന ആ ശബ്ദം നിങ്ങളുടേതാണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി മറുപടി പറഞ്ഞേ പറ്റൂ. മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും മാത്രമല്ല, പോലീസിനോട്, അന്വേഷണ സംഘത്തോട്. ഓഫീസും പൂട്ടി ഫോണും ഓഫ് ചെയ്ത് മുങ്ങിയ ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സത്യം ജയിക്കും എന്ന് പോസ്റ്റിട്ടാൽ ഇത് തീരുന്നതല്ല. നിങ്ങൾ പുറത്തു വരേണ്ടി വരും. എണ്ണി ഉത്തരം പറയേണ്ടി വരും. ഇനി അയാളെ പ്രതിരോധിക്കാൻ കൂലി കൊടുത്തു പോറ്റുന്ന ഒരു സൈബർ PR സംഘത്തിനുമാകില്ല. പരാതി വന്ന സ്ഥിതിക്ക് മൊഴിയെടുപ്പിലേക്കും അറസ്റ്റിലേക്കുമെല്ലാം കാര്യങ്ങൾ നീങ്ങും. ആദ്യം രാഷ്ട്രീയ പ്രതികരണങ്ങൾ നോക്കാം. ശേഷം ഈ വിവാദത്തിൻ്റെ നാൾ വഴി ഒരിക്കൽ കൂടി പരിശോധിക്കാം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനു VS പിന്നീട് ചേരും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ കുറ്റപ്പെടുത്തിയായിരുന്നു AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം. പരാതിയുമായി ആദ്യം പോകേണ്ടിയിരുന്നത് പോലീസിലാണ് എന്നവർ പറഞ്ഞു. എന്തുകൊണ്ടാകാം ആദ്യം മുഖ്യമന്ത്രിയെ കണ്ടത് എന്നായിരുന്നു ദീപാദാസ് മുൻഷിയുടെ ചോദ്യം. പാർട്ടിക്ക് ചെയ്യാനാകുന്നത് രാഹുലിനെ സസ്പെൻഡ് ചെയ്യുക എന്നതാണ്. അത് ചെയ്തിട്ടുണ്ട് എന്നും ദീപാദാസ് മുൻഷി ഇന്ന് പറഞ്ഞു. This is a very wrong thing what has happened. I simply say that whatever the girl is saying, she should also follow the rule that she should have first gone to the police station, did an FIR, then she should have gone to the CM, but obviously she has faith on CM, so she has gone there. So now law will take its own course. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നില്ല എന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. പരാതി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. നിയമപരമായി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നായിരുന്നു ഷാഫി പറമ്പിലിന്റെ പ്രതികരണം. അതിന് തടസ്സം നിൽക്കില്ല. കൂടുതൽ പ്രതികരണങ്ങൾ പാർട്ടിയുമായി ആലോചിച്ച ശേഷമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അതെ, പരാതി ഉണ്ടെങ്കിൽ, പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങൾ നിയമപരമായ ഒരു പ്രൊസീജിയറിനെ തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. സർക്കാർ പരാതിക്കനുസരിച്ച് നിയമപരമായി കാര്യങ്ങൾ നടക്കട്ടെ. ബാക്കി പ്രതികരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് പറയും. നിയമപരമായ കാര്യങ്ങൾ നടക്കട്ടെ. പരാതി ലഭിച്ച സാഹചര്യത്തിൽ പാർട്ടി പരിശോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തുടർ നടപടി സ്വീകരിക്കുമെന്ന് K മുരളീധരൻ പറഞ്ഞു. രാഹുൽ നിലവിൽ പാർട്ടിക്ക് പുറത്താണ്. പുറത്താക്കിയ അന്നു മുതൽ രാഹുലിന്റെ കാര്യത്തിൽ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്നും K മുരളീധരൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. ഇപ്പോൾ ഇനി സസ്പെൻഡ് ചെയ്ത ആൾക്കെതിരെ കൂടുതൽ നടപടികൾ എടുക്കണമെങ്കിൽ തുടർ നടപടികൾ നോക്കിയിട്ട് ആലോചിച്ച് ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിലാണ്. കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടായാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാർട്ടി അപ്പോൾ തീരുമാനിക്കും. അല്ല, ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് മാറേണ്ടി വരുമല്ലോ. ആരും പറയാണ്ട് തന്നെ മാറേണ്ടി വരുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കള്ളക്കേസുകളും ഉണ്ടാകും, പരാതി ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കും. രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം നടന്നതിന് ശേഷം ആ അന്വേഷണത്തിൽ എന്താണ് പുറത്തു വരുന്നതെന്ന് അറിയട്ടെ. അതിനുശേഷം മറുപടി പറയാം. ഇത് കള്ളക്കേസാണെന്നാണോ പറയുന്നത്? അല്ല, കള്ളക്കേസാണോ എന്ന് ചോദിച്ചാൽ ആരുടെ പേരിലും കള്ളക്കേസ് കൊടുക്കാം. അത് വരട്ടെ. കള്ളക്കേസാണോ ഇല്ലയോ എന്നതിനെ കുറിച്ച് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. സർക്കാർ തെളിയിക്കട്ടെ. അപ്പം നമുക്ക് മറുപടി പറയാം.
രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ രാഹുലിന് യോഗ്യതയില്ല. കോൺഗ്രസ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നത് വെറുതെയാണെന്നും MB ഗോവിന്ദൻ വിമർശിച്ചു. പരാതി മാത്രമല്ല, അതിനാവശ്യമായ തെളിവും നൽകിയിട്ടുണ്ട് എന്നാണ് വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല. രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെപ്പിക്കുന്നതാണ് നല്ലത് എന്ന് തന്നെയാണ് അഭിപ്രായം. നേരത്തെ ഉയർന്നു വന്ന പ്രശ്നം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഈ തെളിവ് കൂടി കൊടുത്ത പശ്ചാത്തലത്തിൽ ഒന്നുകൂടി ശക്തിയായിട്ട് കേരളം ആവശ്യപ്പെടുന്നു എന്നുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP നേതാവ് K. സുരേന്ദ്രനും ആവശ്യപ്പെട്ടു. രാഹുലിനെ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരു കുറ്റവാളിയെ, എന്താ പറയുക, ഒരു മനോനില തെറ്റിയ ഒരു കുറ്റവാളിയെ MLA ആയി ഇരുത്തിക്കൊണ്ടാണോ നിങ്ങൾ ഇനി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പോകുന്ന? ചോദ്യം VD സതീശനോടും സണ്ണി ജോസഫിനോടുമാണ്. നിങ്ങൾക്ക് അന്തസ്സുണ്ടെങ്കിൽ, മാന്യതയുണ്ടെങ്കിൽ, നിങ്ങളൊരു ധാർമ്മികതയെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്നതിൽ ഒരല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ നിമിഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി എഴുതി സ്പീക്കർക്ക് കൊടുക്കണം. അതാണ് മാന്യത. അതാണ് ഈ സംഭവങ്ങൾക്ക് ശേഷം വന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ. കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും BJP-യുടെയും നേതാക്കൾ അങ്ങനെ സംസാരിച്ചു. നമുക്ക് വിശദാംശങ്ങളുമായി VS അനു കൂടെ നമ്മോടൊപ്പം ആദ്യം ചേരുന്നുണ്ട്. അനു അവിടെ ഉള്ളപ്പോഴാണ് പരാതിക്കാരി അങ്ങോട്ട് വരികയും മുഖ്യമന്ത്രിയെ കാണുകയും പരാതി നൽകുകയും ചെയ്ത്. കുറച്ച് കൂടുതൽ നേരം നീണ്ടു നിന്നോ കൂടിക്കാഴ്ച? എന്തൊക്കെയാണ് മുഖ്യമന്ത്രിയോട് പറഞ്ഞത്? രേഖാമൂലം കൊടുത്ത പരാതിയിൽ എന്താണുള്ളതെന്ന് വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? സനീഷ, ഇന്ന് വൈകിട്ട് 3:30 കൂടിയാണ് ഇങ്ങനൊരു സംഭവം, ഈ പരാതിക്കാരി എത്തുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ 3:30 കൂടി തന്നെ മുഖ്യ സെക്രട്ടേറിയറ്റ് കണ്ടോൺമെൻറ്റ് ഗേറ്റിൻ്റെ അവിടെ നമ്മൾ ഉണ്ടായിരുന്നു. 4 മണിയോടുകൂടി ഈ പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. അതായത് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം ഇന്ന് ഓഫീസിലേക്ക് എത്തിയിരുന്നില്ല. 5 മണിക്ക് അദ്ദേഹത്തിനൊരു പൊതുപരിപാടി ഉണ്ടായിരുന്നു. അവിടേക്ക് അദ്ദേഹം പോകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 4:20 4:20 മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ എസ്കോർട്ടോടുകൂടി അദ്ദേഹം സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലേക്ക് അദ്ദേഹം എത്തുന്നു. 4:20 ഈ പെൺകുട്ടി അദ്ദേഹം കാണുന്നത്. അത് തൊട്ട് ഏകദേശം 4:55 വരെ മുഖ്യമന്ത്രി ഈ പെൺകുട്ടിയുടെ പരാതി വളരെ കൃത്യമായി കേട്ടു. അത്രയും സമയം, ഏകദേശം അരമണിക്കൂറിലധികം സമയം ഈ പെൺകുട്ടി വളരെ കൃത്യമായി അവരുടെ പരാതി മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. മാത്രമല്ല, എഴുതിക്കൊണ്ടുവന്ന പരാതി ഉണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങൾ പരാമർശിച്ചിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സൈബർ ഇടത്ത് പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ഒരു വനിതാ അഭിഭാഷകയുടെ അങ്ങേയറ്റത്തെ ആക്രമണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകം പരാതി മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഗർഭചിത്രം, അതിനു വേണ്ടിയിട്ടുള്ള നിർബന്ധിക്കൽ, ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ പരാതിയിൽ പറയുന്നത്. സ്വാഭാവികമായും നിലവിൽ ഈ രാഹുലിനെതിരായിട്ടുള്ള ലൈംഗിക ആരോപണങ്ങളിൽ തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീടത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് യൂണിറ്റിന് കൈമാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ ഇപ്പോൾ നൽകേണ്ടതുണ്ട് സനീഷ്. അതായത് പെൺകുട്ടിയുടെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. തിരുവനന്തപുരം റൂറൽ SP മധുസൂദൻ്റെ നേതൃത്വത്തിലുള്ള സംഘം, വനിതാ SI അടക്കമുള്ളവരാണ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് റൂറൽ SP ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, പെൺകുട്ടിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം റൂറലിലാണ്. അതുകൊണ്ട് റൂറൽ പോലീസിലേക്ക് ഇപ്പോൾ വന്ന പരാതി അത് DGP-ക്കും തുടർന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP H. വെങ്കടേശനും അവിടെ നിന്ന് റൂറൽ SP-ക്കും പോയി. നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ തിരുവനന്തപുരം റൂറൽ SP മേൽനോട്ടം വഹിക്കുന്നത് റൂറൽ SP മധുസൂദനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വമുള്ള സംഘം ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഈ മൊഴിയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള പുതിയ FIR രജിസ്റ്റർ ചെയ്യും. ആ FIR ആകും പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുക എന്നുള്ള ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമുക്ക് നൽകേണ്ടതുണ്ട്. അതായത് 2 കാര്യങ്ങൾ. ഒന്ന്, വളരെ വേഗത്തിൽ നടപടികൾ ആരംഭിക്കുന്നു. ഇന്ന് തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ FIR രജിസ്റ്റർ ചെയ്യും. ആ FIR ആയിരിക്കും പിന്നീട് ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറുക. ഏതായിരുന്നാലും ഇതുവരെ എവിടെയായിരുന്നു പെൺകുട്ടി? AI ആണോ എന്നൊക്കെയുള്ള ഈ ആക്ഷേപങ്ങൾക്കും സൈബർ അറ്റാക്കുകൾക്കും അപ്പുറത്തേക്കും ജീവനുള്ള ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയും കൃത്യമായ പരാതി എഴുതി നൽകുകയും ചെയ്തിരിക്കുന്നു. സനീഷ്.
അതാണ് VS അനു കാര്യങ്ങളാണ്. അനുവിലേക്ക് തിരിച്ചു വരാം. നിങ്ങളും ഹർഷനൊക്കെയാണ്. അല്ല, ഇതിനകത്ത് കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമാണ്. ഇപ്പോൾ അനു, ഇനി സ്വാഭാവികമായും എല്ലാവരും ആലോചിക്കുന്നത് ഇനി എന്ത് നടപടിയായിരിക്കും ഉണ്ടാവുക എന്നതാണ്. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർമാർ അറിയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. MLA ഓഫീസ് അടച്ചു കിടക്കുന്നു. എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറിയാത്ത അവസ്ഥയുണ്ട്. കൊച്ചിയിലെ അഭിഭാഷകനുമായി സംസാരിക്കുന്നു, തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കാൻ എന്നുള്ള വാർത്ത വരുന്നു. വേഗത്തിൽ ഒരു അറസ്റ്റിലേക്കോ ചോദ്യം ചെയ്യലിലേക്കോ ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഹർഷൻ, അങ്ങനെ ഒരു അറസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് സാധാരണ ഇത്തരം കേസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ പെൺകുട്ടിയുടെ മൊഴിയെടുത്തു. ഇനി പെൺകുട്ടിയുടെ രഹസ്യമൊഴിയും സ്വാഭാവികമായും വനിതാ മജിസ്ട്രേറ്റിന്റെ മുന്നിലേക്ക് എത്തിച്ച് മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷമാകും രാഹുലിൻ്റെ ഈ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. നമുക്കറിയാം, സമീപകാലത്ത് സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ ഇത്തരം ഈ ലൈംഗിക പരാതികളിൽ ഉണ്ടായ ചില വിധികളുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആദ്യം ഈ പെൺകുട്ടിയുടെ മൊഴി, അതിൻ്റെ പെൺകുട്ടിയുടെ രഹസ്യമൊഴി എടുക്കും. അതിനുശേഷം രാഹുലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഒരുപക്ഷെ നാളെ തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിൽ പോകാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. മാത്രമല്ല, അദ്ദേഹം നിലവിൽ ഒരു MLA ആണ്. ഒരു ജനപ്രതിനിധിക്കുള്ള പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിലേക്കൊക്കെ പെട്ടെന്ന് ചാടിക്കേറി അന്വേഷണ സംഘത്തിന് പോകാനും വേണ്ടി കഴിയില്ല. നിയമസഭാ സ്പീക്കർ ഇക്കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയും അറിയിക്കുകയും ഒക്കെ വേണം. അതുകൊണ്ട് ഒരു ചാടിക്കയറി ഒരു അറസ്റ്റ് എന്നുള്ളത് ഈ കേസിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് സമീപകാലത്തെ ചില കേസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശരി, നന്ദി അനു വിവരങ്ങൾക്ക്. ഇതിപ്പോൾ ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിയാണ് ഞാൻ, എന്നെ ആരും തൊടില്ല, ഹൂ കേസ് എന്നൊക്കെ അഹങ്കരിച്ച് നടക്കുകയായിരുന്നു. പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് പരിപാടികളിലൊക്കെ ഞാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന മട്ടിൽ സാധാരണതയിൽ ഇത്രയും വലിയ സംഗതികൾ ഉണ്ടായിട്ടും അങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കുട്ടിയുടെ പരാതി വന്നിരിക്കുന്നു. അപ്പോൾ എന്താ അതിൻ്റെ തോന്നുന്നത്? ഈ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികളിലേക്ക് വളരെ വേഗത്തിൽ സർക്കാർ പോകും എന്ന ഉറപ്പാണ് എനിക്കുള്ളത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം, ഇപ്പോൾ ദീപാദാസ് മുൻഷിയുടെ കമൻ്റാണ് നമുക്ക് മുന്നിൽ എനിക്ക് വളരെ വിചിത്രമായി ഏറ്റവും ആദ്യം എടുത്ത് പറയാനുള്ളത്. കാരണം ഞാൻ ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം ആദ്യം വന്നപ്പോൾ ഇതെന്തിനാണ് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്, ആദ്യം പോലീസിനായിരുന്നല്ലോ കൊടുക്കേണ്ടത് എന്ന് ഒരു അതിജീവിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ പ്രതികരണം കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇവർക്ക് ഗോളം തിരിഞ്ഞിട്ടില്ല, കേരളത്തിലെ സാഹചര്യമൊന്നും അവർക്ക് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനുശേഷം നോക്കൂ സനീഷേ, ഈ അടൂർ പ്രകാശ് വന്നിട്ട് എന്താണ് പറയുന്നത്? അടൂർ പ്രകാശ് വന്നിട്ട് ഇലക്ഷൻ കാലത്തുള്ളൊരു കള്ളക്കേസ്, ഇലക്ഷൻ കാലത്ത് തുടങ്ങിയതാണോ ഈ വിഷയം? അങ്ങനെയാണോ വിഷയം? ഇതിന് മുന്നിൽ ആ നിലയ്ക്കുള്ള ആരോപണം ആരെങ്കിലും ഉയർത്തിയിരുന്നോ? യഥാർത്ഥത്തിൽ ഈ തെളിവുകളെല്ലാം പുറത്തു വന്നതിന് ശേഷം മാങ്കൂട്ടത്തിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ പരിപാടി നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ അവിടെ കാണുന്നുണ്ട്. അതെ, എന്തായാലും അങ്ങനെ ഒരു സാഹചര്യമാണോ ഉള്ളത്? കേരളത്തിൽ അങ്ങനെയാണോ ഉള്ളത്? എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചതെന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? എല്ലാവർക്കും മുന്നിൽ ഈ തെളിവുകളില്ലേ? ഈ തെളിവുകളെല്ലാം മുന്നിൽ വന്നതിന് ശേഷമല്ലേ ഇതിലെ പ്രതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്, അല്ലെങ്കിൽ ആ പരാതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്? അപ്പോൾ അത് മാത്രമല്ല, എങ്ങനെ ഈ പരാതി എന്നത്, ഞാൻ എപ്പോഴെങ്കിലും പരാതി വരുമെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നെങ്കിലും ആ പരാതി കൊടുക്കാൻ എത്രത്തോളം ആത്മബലം അവർ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക് പോയത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞു ഏതെല്ലാം തരത്തിലുള്ള സ്ലട്ട് ഷെയ്മിങ്, ആക്രമണം, എന്തെല്ലാം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ ഹൂളിഗൻസ് ഇറങ്ങിയിട്ട് എന്തെല്ലാം തോന്നിവാസം പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചവരെ. കാരണം ഇവിടെ ഒരു അനീതി നടന്നിട്ടുണ്ട് എന്നും ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്നും ഉറച്ചു വിശ്വസിച്ചവർ, അവർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചവരെല്ലാം ഏതെല്ലാം തരത്തിലുള്ള ആക്രമണം നേരിടേണ്ടി വന്നു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ ഇട്ട പോസ്റ്റ് പിൻവലിച്ചു. മനസ്സിലായില്ലേ? മാത്രമല്ല, ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാർ, അവരോടെല്ലാവരോടും ഇപ്പോൾ എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, ആദ്യഘട്ടത്തിൽ തന്നെ കേരളത്തിലെ വലിയൊരു വിഭാഗം കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ ഈ കാര്യത്തിൽ ഈ അതിജീവിതയ്ക്കൊപ്പം നിന്ന് നിലപാട് സ്വീകരിച്ചവരാണ്. അവരെ മുഴുവൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR സംഘവും കോൺഗ്രസ്സുകാരാണ് എന്ന് വെറുതെ വ്യാജമായി അവകാശപ്പെടുന്ന ഒരു വലിയ സംഘവും ആക്രമിച്ചില്ലേ? അവരെല്ലാവരും പിന്നീട് നിശബ്ദരാകുന്ന ഒരു അവസ്ഥയുണ്ടായില്ലേ? പരസ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് അവർ പിൻവാങ്ങി. പ്രധാനപ്പെട്ട നേതാക്കളാണ്, ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ളവർ, അല്ലെങ്കിൽ ഇവിടെ തൃക്കാക്കരയിലെ MLA പോലുള്ളവർ, ഇവരെല്ലാവരും അവർ പിന്നീട് അതേക്കുറിച്ച് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കാണാത്തത് എന്തുകൊണ്ടാണ്? വനിതാ നേതാക്കന്മാർ, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാർ, ഇന്നും യൂത്ത് കോൺഗ്രസിൻ്റെ വനിതാ നേതാവ് ആർജത്തോടെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? അവരെയെല്ലാം എങ്ങനെയാണ് ഈ ഹൂളിഗൻസ് നേരിട്ടത് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ.
എങ്ങനെയാണ് നേരിട്ടത് ഈ PR പ്രശ്നമാണ് ഒന്ന് അതിലേക്ക് പോയിട്ട് വരാം. അവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ ഓഫീസിന് മുന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ പ്രതിഷേധ സമരം നടത്തിയാണ്. ദൃശ്യങ്ങളാണ് കണ്ടത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. മുകളിൽ ആ വിഷയം ഉണ്ടാവും. നഷ്ടം തോന്നുന്നു. സനീഷ്, എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത് ഈ പറഞ്ഞ ആദ്യം ഈ ഘട്ടത്തിൽ, കാരണം കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് വലിയ ആക്രമണം നേരിട്ട നേതാക്കളെ തന്നെയാണ് ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്. കാരണം അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറായത് എന്തുകൊണ്ടാണ്? അവർക്ക് സത്യസന്ധമാണ് ഈ ആരോപണമെന്ന് അറിയാം. ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട് അവർക്ക്. നമ്മൾ പറഞ്ഞല്ലോ, വി.ഡി. സതീശൻ്റെ കാര്യം അവസാനം പറയാം. രമേശ് ചെന്നിത്തല എന്താ പറഞ്ഞത്? ഈ ആരോപണങ്ങൾ വസ്തുതാപരമാണ് എന്ന് തെളിഞ്ഞതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത് എന്ന് അദ്ദേഹം വന്ന് പറഞ്ഞു. വി.ഡി. സതീശൻ്റെ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആദ്യന്തം ഉറച്ച നിലപാട്. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അടൂർ പ്രകാശിനെ പോലെയോ വി.കെ. ശ്രീകണ്ഠനെ പോലെയോ സണ്ണി വക്കീലിനെ പോലെയോ എന്നുള്ള അഴകുഴമ്പ നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചില്ല. വഷളായ നിലപാടുകൾ ഈ പല നേതാക്കളും പറഞ്ഞ, കെ സുധാകരനെ പോലെയുള്ള നേതാക്കൾ പറഞ്ഞ വഷളായ നിലപാട് ഒരു ഘട്ടത്തിലും പറഞ്ഞില്ല. ഉറച്ചൊരു നിലപാട് സ്വീകരിച്ചു വി.ഡി. സതീശൻ. ആ കാര്യത്തിൽ സംശയമില്ല. ഇത് കാരണം തിരിച്ചടി ഉണ്ടാവുമെന്ന് അറിയാം. കാരണം വളരെ ശക്തരായ, അതായത് ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരു പ്രതീതി നിർമ്മിതി നടത്തി ശക്തമായി ആക്രമിക്കാനും അസഭ്യം പറയാനും ശേഷിയുള്ള ഒരു സംഘത്തെയാണ് എതിരിടുന്നത് എന്ന ബോധ്യത്തോടെ തന്നെ ഈ നിലപാട് സ്വീകരിച്ചു. ആദ്യഘട്ടത്തിൽ ഈ പറയുന്നത് പോലെ കെ സി വേണുഗോപാൽ പോലും തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല. ആ സമയത്തും വി.ഡി. സതീശൻ ഉറച്ചൊരു നിലപാട് സ്വീകരിച്ചു. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഈ പരാതി എന്നത് ഒരു കണക്കിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു പരാതി ആഗ്രഹിച്ച ഒരു നേതാവ് വി.ഡി. സതീശൻ കൂടിയായിരിക്കും എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ ശിക്ഷിക്കപ്പെടണം എന്ന്, അല്ലെങ്കിൽ ഈ നിലയ്ക്കുള്ള നടപടിയിലേക്ക് നീങ്ങണമെന്ന് വി.ഡി. സതീശനും ആഗ്രഹിച്ചിട്ടുണ്ടാവണം. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഒറ്റക്കാര്യം ഇതാണ്, ദീപാദാസ് മുൻഷിയുടെ ആ പ്രതികരണം എന്നത് വളരെ നിരാശപ്പെടുത്തി. കേരളത്തിലെ വനിതാ നേതാക്കൾ എങ്ങനെയാണ്, കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നുള്ള മിനിമം അന്വേഷണമെങ്കിലും നടത്തിയിട്ട് വേണമായിരുന്നു ദീപാദാസ് മുൻഷി ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ എന്നുള്ളതാണ്. ബാക്കി ഞാൻ പിന്നെ പറയാം. അതായത് ഇതിനകത്ത് കറക്റ്റ് ഹർഷൻ പറഞ്ഞ ദീപാദാസ് മുൻഷിൽ തന്നെയാണ് തുടങ്ങേണ്ടത്. പക്ഷേ ഞാൻ ആ പെൺകുട്ടിയുടെ കൂടെ നമ്മൾ നിൽക്കണം, കേരളം ആകെ തന്നെ നിൽക്കണം എന്ന കാര്യം പറഞ്ഞു വേണം തുടങ്ങേണ്ടത് എന്നാണ് ഞാൻ ആലോചിച്ച് വന്നത്. അതായത് ഹർഷൻ നേരത്തെ പറഞ്ഞു എന്തുമാത്രം വലിയ ട്രോമയിലൂടെയാണ് ആ കുട്ടി കടന്നുപോയത് എന്നതിനുള്ള തെളിവുകൾ നമ്മുടെ മുന്നിൽ തന്നെ ഇതിനകം വന്നതാണ്. നമ്മൾ ഈ ഓണെയർ ചെയ്യപ്പെട്ട, പല മാധ്യമങ്ങളായിട്ട് ഓണെയർ ചെയ്യപ്പെട്ട ആ ശബ്ദരേഖയിലാണെങ്കിലും ഫോൺ സംഭാഷണ രേഖയിലാണെങ്കിലും പുറത്തേക്ക് കൊടുക്കാത്ത നമ്മുടെ കൈവശം പല സാഹചര്യത്തിൽ നമ്മൾ കേൾക്കാനിടയായിട്ടുള്ള ആ കുട്ടി സംസാരിക്കുന്നതിൻ്റെ ശബ്ദം കേട്ട ഒരാൾക്കും, മനുഷ്യരായി പിറന്ന ഒരാൾക്കും, മനുഷ്യത്വത്തിൻ്റെ ഭാഗങ്ങൾ ബാക്കിയുള്ള ഒരു മനുഷ്യനും ആ ശബ്ദം കേട്ടാൽ ആ കുട്ടിക്കൊപ്പം അല്ലാതെ നിൽക്കാതിരിക്കാൻ പറ്റില്ല. തുടക്കം മുതൽ നമ്മൾ ഒരേ സ്റ്റാൻഡേർഡ് എടുത്തത്. നമ്മൾ ന്യൂസ് മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് പൊതുവിൽ തന്നെയും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അവസാന ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്ത വന്ന ദിവസം ഒരു ചാനൽ മാത്രം ഈ വാർത്ത സംപ്രേഷണം ചെയ്തില്ല എന്ന് ഒഴിച്ചാൽ ഈ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ മുഴുവൻ മനുഷ്യരും ആ കുട്ടിയുടെ കൂടെയാണ് നിന്നത്. അതെന്തുകൊണ്ടാണ് ആ ചാനലിൽ നിന്നും നല്ല കനത്തിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുക? അത് ഇന്നിപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് നിന്നത്? ആ കുട്ടിയുടെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാം, സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാക്കാം എന്തുമാത്രം വലിയ ക്രൂരതയാണ് ആ കുട്ടിക്ക് മേൽ ഈ പറയുന്ന നേതാവ് എന്ന പ്രിവിലേജുള്ള ഇയാൾ നടപ്പാക്കിയത് എന്ന്. എന്തുമാത്രം വലിയ ക്രൂരതക്കാണ് ആ പെൺകുട്ടി ഇരയായത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അതായത് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ കേരളത്തിലും ലോകത്തെമ്പാടും എല്ലായിടത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ആളുകൾ ഉപദ്രവിക്കാറുണ്ട്, അത് കേസുകളായിട്ട് വരാറുണ്ട്. കേരളത്തിൽ തന്നെയും മുകേഷ്, വിൻസെൻ്റ്, എൽദോസ് എന്നൊക്കെ പറഞ്ഞ് ലൈംഗിക പീഡന പരാതികളുള്ള നേരത്തെ കേസുകളുണ്ട്, ഒരുപാടുണ്ട്. ഈ പേരെടുത്ത് ഇരുപക്ഷങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പാർട്ടികളിലായിട്ടുണ്ട്. പക്ഷേ എല്ലാ സംഭവങ്ങളൊന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്ന അത്രയ്ക്ക് വലിയ ക്രൂരത ഈ നേതാവ് ഈ പെൺകുട്ടിക്ക് മേൽ നടപ്പാക്കിയിരുന്നു, ഇതുപോലുള്ള കുറേ പെൺകുട്ടികൾക്ക് മേൽ നടപ്പാക്കിയിരുന്നു എന്ന കാര്യം എവിഡൻ്റാണ്. കാര്യങ്ങളെ ശ്രദ്ധയോടെ നോക്കുന്ന ആർക്കും, മുന്നിലും കേൾക്കുന്ന ആളുകൾക്കും ഇത് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ പരാതിപ്പെട്ട ആ കുട്ടിക്കൊപ്പം കേരളം നിൽക്കണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, നിൽക്കും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം നമ്മുടെ മുന്നിൽ സമാനതയുള്ളൊരു സംഭവത്തിൻ്റെ വിധി വരാൻ പോവുകയാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആ നടിയോട് എന്തുമാത്രം കരുതൽ കേരള സമൂഹത്തിനുണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നിസ്സാരമായ ശതമാനം ആളുകൾ എതിരെ പറയുന്ന ആളുകളുണ്ടാകും. പക്ഷേ
ആക്രമിക്കപ്പെട്ട നടി ആരാണ് എന്നറിയുന്നവർ പോലും അവരെ പേരെടുത്തോ ഫോട്ടോ ഇട്ടോ എന്തെങ്കിലും തരത്തിലുള്ള അപമാനിക്കാനൊന്നും ഒരു കാലത്തും തയ്യാറായിട്ടില്ല. നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഇക്കാര്യത്തിലുള്ള ജാഗ്രതയോടെ നിൽപ്പിനെ ബോധ്യപ്പെടുന്നുണ്ട്. അതേ സുരക്ഷ ഈ കുട്ടിക്കും കിട്ടും. ആ കുട്ടിയെ വല്ലാത്ത തോതിൽ ആക്രമിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഹർഷ, എനിക്ക് ഈ ഘട്ടത്തിലും ദീപാദാസ് മുൻഷിയുടെ കാര്യം ഞാൻ ഹർഷം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഈ ഘട്ടത്തിലും പക്ഷേ എനിക്ക് കോൺഗ്രസിനെ അഭിനന്ദിക്കാൻ തോന്നുന്നുണ്ട്. സത്യസന്ധമായിട്ടും ഞാനിത് പരിഹാസപൂർണ്ണമോ ഒന്നും പറയുന്നില്ല. കോൺഗ്രസിനെ എനിക്ക് അഭിനന്ദിക്കാൻ തോന്നുന്നുണ്ട്. ഈ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പോലും ഇത്തരം വർത്തമാനങ്ങൾ പറയുന്ന അടൂർ പ്രകാശിനെ പോലുള്ള ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നാലും വന്നാദ്യം ഈ കാര്യം പറഞ്ഞത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ആ നടി, ആ ചെറുപ്പക്കാരിയായിട്ടുള്ള ആൾ കോൺഗ്രസ്സുകാരിയാണ്. ഇന്ന് വന്ന് സംസാരിച്ച സജിന ബി ഷാജൻ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഇന്ന് എല്ലാ ചാനലിലും സംസാരിച്ചു. നമ്മളവിടെ ഇരിക്കുമ്പോൾ ഇത് നമ്മൾ RDXലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് മറ്റൊരു ചാനലിൽ അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്തൊരു ആശയ വ്യക്തതയോടെയാണ് അവർ സംസാരിക്കുന്നത്. അവരാണ് കോൺഗ്രസ്. എന്തൊരു ആശയ വ്യക്തതയോടെയാണ് സംസാരിക്കുന്നത്. അവരാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയാണ്. ഷാനിമോൾ ഉസ്മാൻ, ഹർഷൻ നേരത്തെ പറഞ്ഞ ആളുകൾ അടക്കമുള്ള ആളുകൾ എന്തൊരു സ്ട്രോങ് ആയിട്ടാണ് വന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞത്. പിന്നീട് അവർക്ക് പറയാൻ പറ്റിയില്ല. കാരണം ആർക്കാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അബ്യൂസ് സഹിക്കുക? അതുകൊണ്ട് അവർ വന്ന് അഭിപ്രായം പറഞ്ഞില്ല. പക്ഷേ അവർ ആദ്യം മുതൽ വന്ന് പറഞ്ഞു ഇത് ശരിയല്ല എന്നവർ പറഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിന് പിന്നെ വി ഡി സതീശൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള കരിയറിൽ അദ്ദേഹത്തിൻ്റെ ഈ എടുത്ത നിലപാട് അദ്ദേഹം ഈ കേരള രാഷ്ട്രീയം ഉള്ള കാലത്തോളം അതിശക്തമായിട്ട് നിൽക്കും എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാത്ത അതിശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. ആരാണ് ഇയാൾക്കൊപ്പം യൂത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോമിനൻ്റ് ആയിട്ടുള്ള നേതാക്കളടക്കമുണ്ട് എന്ന് പറയുമ്പോഴും, ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലയാളി നേതാവ് ഇയാൾക്കൊപ്പം നിൽക്കുകയാണെന്ന് പറയുമ്പോഴും ഒരു വിട്ടുവീഴ്ചക്കും വി ഡി സതീശൻ തയ്യാറായിരുന്നില്ല. ഈ പരാതി വന്നില്ലായിരുന്നെങ്കിൽ ഇത് ഇല്ലാതെ പോവുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ നേതാവായിട്ട് പോവുകയും ചെയ്തേനെ. പക്ഷേ വി ഡി സതീശന് കുലുക്കമേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ അദ്ദേഹം ആ നിലക്കുള്ള ഒരു അഭിനന്ദനം മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ ആകെയുള്ളൊരു സന്തോഷവും അദ്ദേഹം അറിയേണ്ടതാണ്. പിന്നെ താര, ടോജോ, അലക്സ് അതുപോലുള്ള ആളുകൾ ആദ്യം പറയുകയും ഒരല്പം നിശബ്ദരാകുകയും ചെയ്തെങ്കിലും അങ്ങനെ ഉണ്ടായി. അപ്പോൾ കോൺഗ്രസിനെ നമ്മൾ ആ നിലക്ക് കോൺഗ്രസിനെ അഭിനന്ദിക്കുക എന്നുള്ളതാണ്. എന്നു മാത്രമല്ല, ഒരു പാർട്ടി എന്ന നിലക്ക് ഈ പരാതി വന്നപ്പോൾ കോൺഗ്രസ് ഇയാളെ പുറത്താക്കി. അത് നമ്മൾ കാണണം. ഈ പരാതിയല്ല, രേഖാമൂലമുള്ള പരാതിയൊന്നും വരാത്ത സാഹചര്യത്തിലും ഈ സംഗതി വന്നപ്പോഴും കോൺഗ്രസ് ഒരു പാർട്ടി എന്ന നിലയിൽ എന്താ ചെയ്ത് അയാളെ സസ്പെൻഡ് ചെയ്തു. ചില നേതാക്കൾ ഇത് പറഞ്ഞു. പിന്നെ ദീപാദാസ് മുൻഷിയിലേക്ക് വന്നാൽ എന്തൊരു വർത്തമാനമാണ് ഹർഷ പറയുന്നത്. ദീപാദാസ് മുൻഷി ഈ പരാതിക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ ഉപദേശിക്കുകയാണ്, അഡ്വൈസ് ചെയ്യുകയാണ്. അവരുടെ പാർട്ടിയിലെ ഒരു ചെറുപ്പക്കാരൻ നേതാവ് ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ തെളിവുകൾ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ ഏത് ഭാഷയിൽ കേട്ടാലും മനസ്സിലാകുന്ന സങ്കടം ആ പെൺകുട്ടിയുടെ ശബ്ദത്തിലുണ്ടായിരുന്നപ്പോൾ ഇയാൾ ഇങ്ങനെ ക്രൂരത ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ സ്ത്രീ അവരെ ഉപദേശിക്കാൻ നിന്നോ? അയാളെ ഉപദേശിക്കാൻ നിന്നോ? അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഈ കുട്ടിയെ വന്ന് ഇന്ന് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് ആ നിലക്ക് അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ക്രൂരതയുടെ വലുപ്പം, ഇയാൾ ചെയ്ത ഈ സംഭവത്തിനകത്തെ അധാർമികതയുടെ വലുപ്പം, അയാൾ ചെയ്ത ക്രൂരതയുടെ വലുപ്പം ഈ കേരളത്തിലെ 99.9% ആളുകൾക്കും വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. പരാതി വരുന്നതിന് മുമ്പ് തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ചെറിയ ശതമാനം പേര് മാത്രമേ തിരിച്ചു പറയുന്നുള്ളൂ എന്ന കാര്യം നമ്മൾ നോക്കേണ്ടതാണ്. എനിക്ക് ഈ പറയുന്ന സജിന ബി ഷാജൻ എന്നൊക്കെയുള്ള നേതാവിനെയൊക്കെ വളരെ 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 നല്ല തോതിൽ അഭിനന്ദിക്കാനാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പോലും അവർ പറയുന്നത് അവർക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാം. നമ്മൾ ഈ കാര്യങ്ങൾ കേട്ടതുപോലെ അവരും കേട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഇത് പിന്നെ ഇയാളെ പടിയടച്ച് പിണ്ടം വെക്കണം കോൺഗ്രസ് എന്ന എക്സ്ട്രീമായിട്ടുള്ള നിലപാടിൽ നിന്ന് എനിക്ക് പിന്നോട്ട് പോക്കില്ല എന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് ആ നിലക്ക് നമ്മളിതിനെ ഇതൊരു പൊതുസമൂഹത്തിൻ്റെ ആകത്തിൻ്റെ ആവശ്യമായിട്ട് കാണണം. അടൂർ പ്രകാശൊക്കെ എന്ത് തരം കള്ളക്കേസുകൾ എന്നൊക്കെ പറയേണ്ടുന്ന സാഹചര്യം ഒരുപക്ഷെ വന്നേക്കാം. ഇതിനെ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ വല്ലാത്ത തോതിൽ ഫ്ലെയർ അപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷം പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് പറയേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷേ ഈ ദിവസമൊക്കെ അത് പറയണമെങ്കിൽ അടൂർ പ്രകാശൊക്കെ എന്തുമാത്രം ആ നിലപാടുള്ളൊരു നേതാവാണ് എന്ന് ആലോചിച്ച് നോക്കുക വർഷ. അതാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഇതിൽ ചിലരെ കൂടി നമ്മളിപ്പോൾ ഓർത്തു പോകേണ്ടതുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കക്ഷി രാഹുൽ ഈശ്വറാണ്. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ മെൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തരത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന വലിയൊരു സംഘം പെർവേർട്ടുകളുടെ പിന്തുണ എങ്ങനെയെങ്കിലും നേടിയെടുത്ത് ആ നിലയ്ക്കൊരു കച്ചവടം ഒപ്പിക്കുക എന്നുള്ള മട്ടിലാണ് ഇത്തരം വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ നടത്താറുള്ളത്. ഇന്ന് അതിലേറ്റവും നമുക്ക് രോഷം തോന്നുന്ന തരത്തിൽ ഈ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ അവരിലേക്ക് ആളുകളുടെ കണ്ണെത്തുന്ന തരത്തിൽ ഇന്ന് ഈ വിഷയത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിക്കുകയാണ്. ടെലിവിഷൻ ചാനലുകളിൽ വന്ന് പ്രതികരിക്കുകയാണ്. മിക്കവാറും ടെലിവിഷൻ ചാനലുകളിൽ ഈ ചർച്ചയിലേക്ക് അയാൾ കടക്കുമ്പോൾ അതിനു മുമ്പ് അവരെ അവസാനിപ്പിക്കാൻ അവർ തയ്യാറായിട്ടുണ്ട്, ടെലിവിഷൻ അവതാരകർ പലരും.
എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്താണ്, രാഹുലെ നമുക്ക് തിരിച്ചടിക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അങ്ങനെ ഘോരഘോരം പറയുകയാണ്. എങ്ങനെയാണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന തരത്തിലുള്ള അവരുടെ ജോലി എന്താണെന്ന് വിശദീകരിക്കുന്ന തരത്തിലൊക്കെയുള്ള കമൻറ്റുകൾ നടത്തിക്കൊണ്ട് അയാൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് നമുക്കൊരു കാര്യം എന്താണ്, രാഹുലിനെ കൂടി ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു സംശയവും വേണ്ട, ഈ ഒരു പെൺകുട്ടിയുടെ ശബ്ദമല്ല ഒന്നാമതെ പുറത്തു വന്നത്. അതാദ്യം മനസ്സിലാക്കണം. അതെ, ഈ ഒരു പെൺകുട്ടിയുടെ ശബ്ദമല്ല ഇത്. ഈ പുറത്തു വന്നത് ഒന്നിലേറെ പെൺകുട്ടികളുടെ ശബ്ദമാണ്, ഒന്നാമത്തെ കാര്യം. ഇനി ഇയാൾ ഈ തരത്തിൽ ശല്യം ചെയ്തിട്ടുള്ള ആളുകളുടെ എണ്ണം 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല. ആ കാര്യത്തിൽ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും, സനീഷിന് ഉറപ്പ് പറയാൻ കഴിയും, കേരളത്തിലെ മിക്കവാറും എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലുള്ള മാധ്യമപ്രവർത്തകർക്ക് ഉറപ്പ് പറയാൻ കഴിയും. ആ കാര്യത്തിലൊരു സംശയവുമില്ല. ഈ കാര്യത്തിൽ നല്ല ഉറപ്പ് കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് വനിതാ നേതാക്കന്മാർ ഉറച്ച നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഈ പറഞ്ഞതുപോലെ ഇതുപോലുള്ള തെമ്മാടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ട സമീപനവുമായിട്ട് ഇങ്ങനെ നീങ്ങരുത്. ആ പിന്തുണ അതൊരു നല്ല സംഗതിയല്ല, കേരളീയ സമൂഹത്തിൽ ചെയ്യുന്നതല്ല. ഒരു കാര്യം കൂടി, അതായത് ദീപാദാസ് മുൻഷി ചോദിച്ചല്ലോ ഇതെന്തിനാണ് മുഖ്യമന്ത്രിയോട് പോയി ചോദിച്ചതെന്ന്. മുഖ്യമന്ത്രിയോട് പോയി പറഞ്ഞത് ഇവിടെ ഒരു ഉദാഹരണമുണ്ട് സനീഷ്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ കേരളത്തിൽ ഇനിയിപ്പോൾ വിധി എന്തു തന്നെ ആയിക്കോട്ടെ, നേരിട്ട്, അതായത് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ആ അന്വേഷണം ശരിയായ ദിശയിൽ പോകണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു സംഘം നടിമാർ മുഖ്യമന്ത്രിയോടാണ്. കേരളത്തിൽ മുഖ്യമന്ത്രിയോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഈ കേസിൻ്റെ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. വനിതാ ഉദ്യോഗസ്ഥരെ ആ കേസ് അന്വേഷിക്കുന്നവർ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കുന്നുണ്ട്. ആ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് ഇവിടെ ദിലീപിനെ പോലെ ഏറ്റവും വലിയ താരപദവിയിലുള്ള നടൻ അറസ്റ്റിലാവുന്നത്. എങ്ങനെയാണ്? വേണമെങ്കിൽ ആ കാലത്തെ സാഹചര്യം ഇപ്പോൾ ഓർത്തെടുത്താൽ പലർക്കും മറന്നുപോയിട്ടുണ്ടാവും. വേണമെങ്കിൽ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും പേടിപ്പിക്കാമെന്നുള്ള പദവിയിലാണ്, താരപദവിയിലാണ് അന്ന് മലയാള സിനിമ ബിസിനസ്സിനെ നിയന്ത്രിക്കുന്നത് ദിലീപ്. അത്ര ശക്തനായിട്ട് ആ ദിലീപിനെയാണ് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്. അത് അങ്ങനെ എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് നടന്നു ഇവിടെ. ആ വിശ്വാസം സ്വാഭാവികമായും മുഖ്യമന്ത്രിയോടുണ്ടാവും. പെൺകുട്ടി സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ പരാതി മുഖ്യമന്ത്രിയോട് പറയാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയോടൊന്നല്ല, ആരോട് പറഞ്ഞാലും ഇത്തരം ഒരു കാര്യത്തിൽ, അതൊരു സഹപ്രവർത്തകനോട് പറഞ്ഞാലും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പൊതുപ്രവർത്തകനോട് പറഞ്ഞാലും ആരോട് പറഞ്ഞാലും അവർക്കുള്ള ഉത്തരവാദിത്വം അവർ നിറവേറ്റും. അതാണ് കേരളം. അത് ദീപാദാസ് മുൻഷി മറന്നുപോയി. ഇതുപോലെ രാഹുൽ ഈശ്വരനെ പോലെ 1-2 പേരൊക്കെ കാണും. പക്ഷെ അതല്ല കേരളം, ആ നിലയ്ക്കല്ല കേരളത്തെ എണ്ണേണ്ടത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. രാഹുൽ ഈശ്വർ ഇപ്പോൾ ഫോൺ ഓഫാക്കി വെച്ച് മുങ്ങിയിരിക്കുകയാണ്. ഇതിലൊരാളെ കൂടി രാഹുൽ ഈശ്വർ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളെ കൂടി ഓർക്കേണ്ടതുണ്ട്. അത് വേറെ ആരുമല്ല, ഷാഫി പറമ്പിലാണ്. എല്ലാ കാലത്തും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷകനായിരുന്ന, തലതൊട്ടപ്പനായിരുന്ന ആളാണ് ഷാഫി പറമ്പിൽ. പക്ഷെ ഷാഫി പറമ്പിലിനെ സമ്മതിക്കണം സനീഷ്. നമ്മൾ ഇതിനു മുമ്പ് ഈ ചർച്ചയ്ക്ക് മുമ്പ് സംഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിലും ഈ കാര്യത്തിൽ എന്താണ് ഷാഫി പറമ്പിൽ രാഹുലിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. എന്നാൽ രാഹുൽ സപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ബൈറ്റ് മുറിച്ച് പിന്നീട് കളിപ്പിച്ചാൽ ഞാൻ സപ്പോർട്ട് ചെയ്തില്ലല്ലോ എന്ന് പറയാവുന്ന 10 വർഷം കഴിഞ്ഞ് ഷാഫി പറമ്പിൽ ഈ കേസ് ആരെങ്കിലും ചർച്ചയ്ക്ക് എടുത്തിട്ടാൽ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. ഈ കേരളത്തിലെ ഈ പല മുസ്ലിം സംഘടനകളും ഒക്കെ ഷാഫി പറമ്പിലെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അടൂർ പ്രകാശ്, പിന്നെ അടൂർ പ്രകാശിന്റെ രാഹുൽ അനുകൂല ബൈറ്റുകൾ അന്തരീക്ഷത്തിൽ ഉണ്ടാവും, ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ ആരാണ്? കെ സുധാകരൻ്റെ ഉണ്ടാവും. ഷാഫി പറമ്പിലിന്റെ ഉണ്ടാവില്ല. കാരണം ഷാഫി പറമ്പിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസെല്ലാം വന്ന് ഔട്ടായി പോവുകയാണെങ്കിൽ ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലോ എന്ന് പിന്നീട് പറഞ്ഞാൽ മതി. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെയാണല്ലോ രാഹുലെ എന്ന് പറയാനും ഉണ്ട്. അത് അതിസമർത്ഥനായിട്ടുള്ള നേതാവാണ്, അതിസമർത്ഥനായ നേതാവാണ്. അത് പഠിക്കേണ്ടതാണ്. ഈ പലരും പറയുമോ, ഈ മുസ്ലിം സംഘടനകൾ പലപ്പോഴും ആരോപിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്, ഈ മുസ്ലിം വിഷയങ്ങളൊന്നും വന്നു കഴിഞ്ഞാൽ കമാന്നൊരക്ഷരം മിണ്ടില്ല. എന്നാൽ ആ നിലയ്ക്ക് ചില പൊടിക്കൈകളും തരികടകളും ഒക്കെ ഒപ്പിക്കുകയും ചെയ്യും തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ. അതല്ലാതെ അവരുടെ ആ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അത് അഡ്രസ്സ് ചെയ്ത് എനിക്കൊരു പരിക്ക് വേണ്ട ഇപ്പോഴത്തെ ഇന്ത്യയിൽ എന്നുള്ള തന്ത്രം കയ്യിലുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്നുള്ള ആരോപണം ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നതാണ് ഈ എപ്പിസോഡിലെ ഷാഫിയുടെ നിലപാടുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഉറച്ച നിലപാടെടുത്താൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഇദ്ദേഹത്തെ പോലെ വി ഡി സതീശനെ പോലെ ചിലപ്പോൾ ആക്രമണം നേരിടേണ്ടി വരും. ആരാ സനീഷ വി ഡി സതീശൻ? കേരളത്തിലെ ഏറ്റവും കരുത്തനായ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ അണികൾ മുഴുവൻ വിശ്വാസമർപ്പിച്ച് ഈ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ചുമതല ഏൽപ്പിച്ചിട്ടുള്ള ഒരു നേതാവ്.
അതായത് 4 വർഷം മുമ്പ് അങ്ങനെയാണ് ഇദ്ദേഹം വി ഡി സതീശൻ നേതൃത്വത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ വലിയ വേദനയിൽ നിന്ന് അണികൾ കൂടി ഒറ്റക്കെട്ടായി ഏൽപ്പിക്കുന്നതാണ് വി ഡി സതീശനെ. ആ വി ഡി സതീശനെ ഈ മട്ടിൽ ചീത്ത വിളിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കൊരു സംവിധാനത്തെ ഒപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഓർക്കണം. അതാണ്, അതായത് അതിനകത്ത് ഒരു കാര്യമുള്ളത് കർഷക, അതായത് ഇപ്പോൾ രാഹുൽ ഈശ്വറൊക്കെ വന്നിട്ട് ഇമാതിരി ഭയങ്കര ബഹളം വെക്കുകയാണല്ലോ. ഈ പരാതി കൊടുത്തതിലെ എൻ്റെ മറ്റൊരാശ്വാസം, ഇത്രമാത്രം വലിയ ട്രോമയിലൂടെ കടന്നുപോയ, ഫിസിക്കലായിട്ടും മാനസികമായിട്ടും വലിയ മുറിവേറ്റ ഈ പെൺകുട്ടിയെ ഇങ്ങനെ വല്ലാതെ ഇവർ ഇപ്പം തന്നെ ഒരു വക്കീൽ ഏതോ ഒരു സ്ത്രീ വന്നിട്ട് വല്ലാത്ത തോതിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോസ്റ്റ് ഇടുകയോ മറ്റും ചെയ്തിട്ടുണ്ട്. അത് വലിയ തോതിൽ ഈ ഹൂളിഗന്മാർ പരത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി പക്ഷേ അത് എളുപ്പമല്ല. പരാതിയില്ല, കേസില്ല എന്ന ഘട്ടത്തിൽ അവർക്കെതിരെ ഞങ്ങളൊന്നും പറഞ്ഞില്ലോ, ഞങ്ങൾ പേരൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ ആരെയും പറഞ്ഞില്ലോ എന്നാണ്. ഇനി മുതൽ ലീഗലി നിയമത്തിൻ്റെ കണ്ണിൽ അവർ അതിജീവിതയാണ്. അവരൊരു ഇത്തരം കേസിലൊരു ഇരയാണ്. അവരെ വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറയുകയോ അവരെ ആക്ഷേപിക്കുകയോ ചെയ്താൽ നിങ്ങൾ കൂടെ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി പെയ്ഡ് പണിയോ മറ്റോ ചെയ്യുന്ന ആളുകൾ ഇത്രയും നാളും ചെയ്തതുപോലെ ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്താണ് ഉണ്ടാവുക എന്ന് നല്ല ബോധ്യം ആളുകൾക്കുള്ളിലേക്ക് വേണം. അതുകൊണ്ട് ഈ പരാതി കൊടുത്തതിൽ അങ്ങനെയൊരു സുരക്ഷ കൂടെ, നിയമത്തിൻ്റെ സുരക്ഷ കൂടെ ആ പെൺകുട്ടി കിട്ടുകയാണ് എന്ന കാര്യത്തിൽ വലിയ ആശ്വാസമുണ്ട്. രണ്ടാമതൊരു കാര്യം ഹർഷ, ഇത് രാഷ്ട്രീയമായിട്ട് കൂടെ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ രാഷ്ട്രീയമായിട്ട് ഇത് ഗുണം ചെയ്യുക കോൺഗ്രസിനാണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയാം. കോൺഗ്രസ് മനസ്സിലാക്കണം. അതായത് ഇങ്ങനൊരു പരാതി പോയി ഇതൊരു കൺക്ലൂഷൻ ഉണ്ടായില്ലെങ്കിൽ, അന്വേഷണത്തിലൂടെ ഈ കുഴപ്പക്കാരൻ പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ എന്നും കോൺഗ്രസിന് തലയിലിരുന്നേനെ ഇത് പക്ഷേ ഈ പ്രശ്നം അവർക്ക് ഒഴിവാവുകയാണ്. ആ പ്രശ്നം ഒഴിവാവുകയാണ് എന്ന് മാത്രമല്ല, ഇത് ഇയാൾ ചെയ്ത കുഴപ്പത്തോടൊപ്പം നിൽക്കാത്ത ആളുകൾ കൂടെ, പ്രത്യേകിച്ച് വനിതാ നേതാക്കളും മറ്റുമൊക്കെ അതിനകത്തുള്ളതുകൊണ്ട് ഞങ്ങൾ അപ്പോഴേ നിലപാടെടുത്തിരുന്നല്ലോ എന്ന് പറയാം, ഞങ്ങൾ അപ്പോഴേ ഇയാളെ മാറ്റി നിർത്തിയിരുന്നല്ലോ എന്ന് പറയാം. MLA സ്ഥാനത്ത് ഇന്ന് വന്നിട്ട് നേരത്തെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആൾ സണ്ണി വക്കീലിനെ എനിക്ക് വളരെ ചെറിയ കാലം മുതൽ അറിയാം. ഞങ്ങളുടെ നാട്ടുകാരനാണല്ലോ. അദ്ദേഹത്തെ ഞാൻ DCC പ്രസിഡന്റായിരുന്ന കാലം തൊട്ട് ഞാൻ മാധ്യമപ്രവർത്തകൻ എന്ന നിലക്ക് കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ചാഞ്ചാടിയിരുന്നു, രാഹുലിന് അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ ആദ്യം നടത്തിയിരുന്നു. അത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഗ്രാവിറ്റി വലുതല്ല എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുന്നതിൽ എങ്ങനെയോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിരിക്കണം. പക്ഷേ ഈ പറയുന്ന ഇയാൾ രണ്ടാമത്തെ വാർത്ത, കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഈ സംഭാഷണ ശകലവും ഈ സ്ക്രീൻഷോട്ടും വന്നതോടെ പിന്നെ നമ്മൾ അതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്ന ശബ്ദത്തിലല്ല നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. അദ്ദേഹം പിന്നെ ആ നിലയിലേക്ക് പോയിട്ടില്ല. ഇന്ന് വന്നിട്ടാണെങ്കിലും ഞങ്ങൾ നേരത്തെ നടപടിയെടുത്തല്ലോ എന്ന് പറഞ്ഞ് പോവുകയാണ് ചെയ്തത്. ഈ സംഭവത്തിൻ്റെ ഗ്രാവിറ്റി, അതായത് ഇയാൾ ഇങ്ങനെ ആ കുട്ടിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ഇത്രയും വലിയ ക്രൂരതയിലേക്ക് കൊണ്ടുപോയി എന്ന കാര്യം മനസ്സിലായതിനു ശേഷം നേരത്തെ നിലപാടെടുത്ത കൊള്ളാവുന്ന ആളുകൾ പോലും അവർ സ്റ്റാൻഡ് മാറ്റിയിട്ടുണ്ട്. കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട്, പരാതിയുടെ ഗൗരവം മനസ്സിലായിട്ടുണ്ട് എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള ആളുകൾ അതിനകത്ത് ഉണ്ടായേക്കാം. അതുകൊണ്ട് കോൺഗ്രസിന് എങ്ങനെ അനുകൂലമാകുമെന്ന് വെച്ചാൽ, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബുദ്ധിമുട്ടാവില്ലേ എന്ന്. അദ്ദേഹം പറഞ്ഞു ഇല്ല, അവിടെ വേറെ വിഷയങ്ങളുണ്ടല്ലോ. അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും മറ്റും ഇത് മറ്റു വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ തന്നെയാണ് പ്രാദേശിക തലങ്ങളിൽ ആളുകൾ വോട്ട് ചെയ്യുക. ഈ വിഷയം ഇവരൊരു ഡെമോക്രസിൻ്റെ വാള് പോലെ തലയ്ക്കുമേൽ തൂങ്ങിക്കിടന്നിരുന്നെങ്കിലാണ് എല്ലായിടത്തും പ്രശ്നമാകുമായിരുന്നത്. സജ്ന ബി ഷാജൻ എന്ന് പറയുന്ന അവരുടെ ചെറുപ്പക്കാരിയായുള്ള യൂത്ത് കോൺഗ്രസ് നേതാവെന്ന് ചൂണ്ടിക്കാണിച്ചല്ലോ, ഞങ്ങൾക്ക് വോട്ട് ചോദിച്ച് പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് വോട്ട് ചോദിക്കുമ്പോൾ ഒരു ദിവസം ഒരാളോടെങ്കിലും ഇതിന് മറുപടി പറയാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഇനി അവർക്ക് ആത്മവിശ്വാസത്തോടെ പറയാം, ഞങ്ങളിതാ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായപ്പോൾ ഈ രേഖാമൂലം പരാതി വരുന്നതിന് മുമ്പ് ഇയാളെ പുറത്താക്കിയ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി എന്ന് സജ്ന ബി ഷാജൻ അടക്കമുള്ള ആളുകൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് പ്രാദേശിക തലങ്ങളിൽ ചെന്ന് പറയാം. എത്ര CPM കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അവർക്ക് രാഷ്ട്രീയമായിട്ട് ചോദിക്കാം. എത്ര കേസുകൾ അവരത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടി നടപടിയെടുത്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ് എന്നവർക്ക് ആത്മാഭിമാനത്തോടെ പറയാവുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഈ പരാതി വന്നതോടെ അതൊന്നുകൂടി ബലപ്പെടുകയാണ് ഉണ്ടാവുക. അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും വല്ലാത്ത തോതിൽ കോൺഗ്രസ് ധാർമ്മികതയുടെ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറയുന്ന യഥാർത്ഥ കോൺഗ്രസ്സുകാർക്ക്, സജ്ന ബി ഷാജനൊക്കെ അങ്ങനെ ആത്മാർത്ഥത്തോടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയുള്ള കോൺഗ്രസ്സുകാർക്ക് ആത്മാഭിമാനം തന്നെയാണ് ഇപ്പോഴത്തെ കാര്യം നൽകുക. അവരുടെ ഒരു നേതാക്കൾ, ഒരാൾ വഷളായുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നു, അയാൾ പുറത്തേക്ക് പോയി ഇന്ന്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇവരെ പുറത്താക്കിയിട്ടുണ്ട് എന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമെന്നാണ് അതിൻ്റെ ഒരു കാര്യം. ഈ വിഷയത്തിലൊക്കെ കുടുങ്ങിയ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നന്നായി മുതലെടുത്തത് ഈ യൂത്ത് ലീഗ് അണികളുടെ താരാരാധന യാണ്. അതും പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത്തരം ഒരു ആരോപണം ഉണ്ടാവുന്ന ഘട്ടത്തിലും ആദ്യം കോൺഗ്രസ് വേദി കൊടുക്കാത്തപ്പോൾ ലീഗ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വേദി കൊടുത്തു കൊണ്ടു നടന്നു എന്നുള്ളതും നമുക്ക് മറക്കരുതല്ലോ. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണെങ്കിലും ലീഗുകാർ ഇത് ഒരു തവണ അനുഭവിച്ചിട്ടും പഠിച്ചിട്ടില്ല. കാരണം ലീഗുകാർ നമുക്ക് ഓർമ്മയുള്ളൂ, കേരളത്തിലെ പ്രമാദമായ മറ്റൊരു കേസ് കോഴിക്കോട് നടന്നപ്പോൾ, മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിനെതിരെ നടന്നപ്പോൾ വിമാനത്താവളത്തിനകത്ത് പോലും ഇവർ പ്രതിഷേധവുമായിട്ട് മാധ്യമപ്രവർത്തകരെ പുലിക്കുട്ടിയാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ കൊല്ലം ആ മണ്ഡലം ഉണ്ടായ കാലം തൊട്ട് UDF ജയിച്ച സ്ഥലത്ത്
8400 വോട്ടിന് തോറ്റു ഈ നേതാവ്. അതായത് ഇവർ തോളിലേറ്റ് നടക്കുമ്പോൾ, ലീഗുകാർ തോളിലേറ്റ് നടത്തുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ലീഗുകാരുടെ വീട്ടിലടക്കമുള്ള മനുഷ്യർ, സ്ത്രീകളും വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെയുള്ള ആളുകളുടെ മനസ്സിൽ ഈ പറയുന്ന ലീഗിൻ്റെ ആളുകൾ എടുത്തുകൊണ്ടുവന്ന താരാരാധനയല്ല വിജയിക്കുക, ധാർമ്മിക ബോധവും രാഷ്ട്രീയ ബോധവുമാണ് വിജയിക്കുക എന്ന കാര്യം മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും കൊള്ളാം അവർക്ക്. ഒന്നും രണ്ടുമല്ല, എത്ര ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉയർന്നു ഇയാൾക്കെതിരെ. KPCCക്ക് മാത്രം കിട്ടിയത് 7 പരാതികളാണ് എന്നാണ് അറിയാനായത്. കണ്ടുമുട്ടുന്ന സകല സ്ത്രീകളെയും ശരീരം മാത്രമായി കാണുന്ന വൃത്തികെട്ട മനോനിലയോടെ ഇയാൾ സമീപിച്ചതിൻ്റെ, അവരെ അപമാനിച്ചതിൻ്റെ, ചിലരെ അസഭ്യം പറഞ്ഞതിൻ്റെ, കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതിൻ്റെ വരെ ശബ്ദിക്കുന്ന എത്ര തെളിവുകൾ പുറത്തു വന്നു. മനുഷ്യരിൽ താണ മനോനിലയുമായി ജീവിക്കുന്ന ഇയാൾ ഒരു ജനപ്രതിനിധിയാണ് എന്നോർക്കുമ്പോഴാണ് സമൂഹത്തിനാകെ തന്നെയും അപമാനം തോന്നുന്നത്. ഇന്നലെ പ്രതികരിക്കുമ്പോഴും എന്തൊരു ധാർഷ്ട്യമായിരുന്നു, എന്തൊരു അഹന്തയായിരുന്നു മാങ്കൂട്ടത്തലിന്. പൊളിറ്റിക്കൽ പവറും മണി പവറും വാടകയ്ക്കെടുത്ത PR പവറും കൊണ്ട് സ്വന്തം അധമ ജീവിതം മറച്ചുവെച്ച് മാന്യതയുടെ മുഖം മൂടിക്കുള്ളിൽ എന്നേക്കും കഴിയാം എന്നയാൾ കരുതി. കൊടിയ മാനസിക സംഘർഷത്തിനിടയിലും മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തി പരാതി നൽകിയ അതിജീവിതയായ പെൺകുട്ടിയെ RDX സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഇനി നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. അടിയന്തരമായി ഇനിയൊരു തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയിലെ നീതിബോധമുള്ളവരാണ്. ആ പാർട്ടിയിലെ വനിതാ പ്രവർത്തകരും നേതാക്കളുമാണ്. ഇപ്പോഴും മാങ്കൂട്ടത്തലിനെ ന്യായീകരിച്ച് സംരക്ഷണമൊരുക്കാൻ വൃഥാ ശ്രമിക്കുന്നവരെ RDX വെറുതെ അവഗണിക്കുക മാത്രം ചെയ്യുന്നു.